ഹലോ ഗേസ് ഈ സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ സ്പോർട്സിന്റെ ലെവലിൽ തന്നെ വൻ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സ്പോർട്സിൽ വേൾഡ് ലെവലിലൊക്കെ നമ്മൾ മെഡലും കാര്യങ്ങളൊക്കെ സ്വന്തമായി കഴിഞ്ഞ പ്ലേയേഴ്സിനും അത്ലറ്റിനൊക്കെ ക്യാഷ് ഇൻസെന്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ട്. ഇപ്പൊ ആ സ്പോർട്സിന് ഒപ്പം തന്നെ ഈ സ്പോർട്സും ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ സ്പോർട്സിൽ നമ്മൾ വേൾഡ് ലെവലിലും അതേപോലെ കോണ്ടിനെന്റൽ ലെവലിൽ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ മെഡൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പോർട്സ് അത്ലറ്റിനും ആ ഒരു ക്യാഷ് ഇൻസെന്റീവ്സ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. ഒരു ബിഗ് വിൻ ആണ് ഈ സ്പോർട്സിന്. അപ്പൊ നമുക്ക് വേൾഡ് ലെവലിലൊക്കെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് നമുക്ക് ആ ഒരു അത്ലറ്റിന് കിട്ടുന്നതായിരിക്കും. ആൾറെഡി നമ്മളെ ഇന്ത്യൻ അത്ലറ്റ് ഇന്റർനാഷണൽ ലെവലിൽ മെഡലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൊമെക്സ് ഈ സ്പോർട്സിന്റെ ലൈനപ്പ് ആ ഒരു ടീമിൽ നിന്നും ഇറങ്ങിയിരിക്കുക. നമുക്ക് റീസെന്റ് ഇപ്പൊ ഷാഡോ ആയിരുന്നു വൊമെക്സ് ഈ സ്പോർട്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആ ഒരു ലൈനപ്പ് ഫുള്ളി വൊമെക്സിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പുതിയൊരു ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വൊമെക്സ് സ്പോർട്സും വരുന്ന ദിവസങ്ങളിൽ ഒരു പുതിയ ലൈനപ്പും ആയിട്ട് നമ്മുടെ ഒരു BGMയിലോട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ SMR ഗെയിമിംഗ് ഗോൾ ലേക്കിലേക്ക് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ BGS ദ ഗ്രൈൻഡ് വീക്ക് 2 ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് സിയുടെ മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന. ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബ്രദർ സ്പോർട്സ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് മാച്ചിൽ തന്നെ 11 ഫിനിഷേഴ്സോട് കൂടിയുള്ള ഒരു ഡോമിനേറ്റ് ചിക്കൻ ഡിന്നർ ആയത് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 64 പോയിന്റുമായിട്ട് ആഷ് 1 പൊസിഷനിൽ തന്നെ ബിഗ് ബ്രദർ സ്പോർട്സ് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് നമ്മളെ മാക്കിന്റെ ടീമായുള്ള ജെനിസസ് സ്പോർട്സ് ആണ് നിൽക്കുന്നത്. മാച്ച് ഫോർ സാൻഹോക്കിൽ 9 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ടീം സ്വന്തമാക്കി. അവിടെ നമ്മളെ മാക്ക് 4 ഫിനിഷ് സ്വന്തമാക്കിയാൽ അടുത്തൊരു മാച്ചിൽ തന്നെ 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ആ ഒരു മിറാമർ മാച്ചിൽ സ്വന്തമാക്കി. അതിൽ എടുത്തു പറയേണ്ട ലാസ്റ്റ് സോണ് നമ്മളെ സാറക്സിന്റെ ആ ഒരു ക്ലച്ച് തന്നെയാണ്. സാറക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി പ്ലെയർ അല്ല, മെഡൽ സ്പോർട്സിൽ ഉണ്ടായിരുന്ന ആ ഒരു സാറക്സ് ആണ്. അടിപൊളി ക്ലച്ചാണ് ആ ഒരു എൻഡ് സോണിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാറക്സ് 7 ഫിനിഷും മാക്ക് 4 ഫിനിഷും, അങ്ങനെ ടോട്ടൽ 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് മാച്ച് 5. ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ നമുക്ക് ജെനിസസ് സ്പോർട്സിന്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ടോട്ടല് 2 ചിക്കൻ ഡിന്നറോട് കൂടി 63 പോയിന്റുമായിട്ടാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. തേർഡ് നിൽക്കുന്ന THM ആണ് 54 പോയിന്റുമായിട്ട്. നമ്മുടെ ക്ലച്ച് ഗോളിന്റെ ടീമായുള്ള ഗുജറാത്ത് ടൈഗേഴ്സ് 10ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് 29 പോയിന്റായിട്ട്. ഇനിയും 3 ദിവസമുണ്ട് ഈ ഒരു ഗ്രൂപ്പ് സിയുടെ മത്സരങ്ങൾ. അതിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ BGSന്റെ റൗണ്ട് 3യിലേക്കും ബോട്ടം 8 ടീമുകൾ BGSന്റെ റൗണ്ട് 2യിലേക്കും ക്വാളിഫൈ ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ BGMയുടെ ഇൻ ഗെയിമിൽ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൈ ഹീറോസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ടോപ്പ് 20 ക്രിയേറ്റേഴ്സും സ്പോർട്സ് പ്ലേയേഴ്സും ഒക്കെയാണ് ഈ ഒരു മൈ ഹീറോസ് എന്നുള്ള ഇൻ ഗെയിം ഇവന്റിൽ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏക കണ്ടന്റ് ക്രിയേറ്റർ സായിപ്പും ഈ ഒരു ഇവന്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ഇവന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ BGMയുടെ ഇൻ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ഇൻവെന്ററിയുടെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഹീറോസ് അല്ലെങ്കിൽ ഹീറോസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് 20 ക്രിയേറ്റേഴ്സിന്റെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നമ്മളെ ടീം സായി പോപ്പിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ടീം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആൻഡ് ഇവന്റിൽ കുറച്ച് റിവാർഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മളെ മലയാളി ക്രിയേറ്റേഴ്സിൽ ഏക ക്രിയേറ്റേഴ്സ് ആണ് ഈ ഒരു ഇവന്റിൽ ഉള്ളത്. നമ്മളെ സായി പോപ്പി മാത്രമുള്ള ജോനത്തൻ സ്കൗട്ട് അടക്കമുള്ള ഇന്ത്യയിലെ ടോപ്പ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇവന്റിൽ ഉണ്ട്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് സ്കാം തന്നെയാണ്. നമ്മൾ ഈ സ്പോർട്സിൽ റെഗുലർ ആയിട്ട് ഇപ്പൊ സ്കാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെക്ടർ ഇൻസ്റ്റഗ്രാമിലൂടെയും ലൈവ് സ്ട്രീമിലൂടെയായിരുന്നു ഈ ഒരു സ്കാം എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി ഇത് പ്രൈസ് പൂൾ സ്കാം തന്നെയാണ്. IGL നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുള്ള ഒരു TOS അല്ലെങ്കിൽ ടൂർണമെന്റ് ഓർഗനൈസേഷന് ഒരു വർഷം മുന്നേ ഒരു ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൈസ് പൂള് ഇതുവരെ ടീം ഹെക്ടറായിരുന്നു ചാമ്പ്യൻ സ്വന്തമാക്കിയത്. ആ ഒരു ടീമിന് ആ ഒരു പ്രൈസ് പൂള് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ബ്രാൻഡ് ഇതുവരെ തന്നിട്ടില്ല. ബിങ്കോ ആയിരുന്നു ആ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രാൻഡിനെ നേരിട്ട് ഹെക്ടർ കോൺടാക്ട് ചെയ്തപ്പോൾ ബിങ്കോ ആ ഒരു പ്രൈസ് പൂൾ ആൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ TOSന് IGL നെറ്റ്വർക്കിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് ടീം ഹെക്ടറിന് കൊടുക്കുന്നില്ല. ആ ഒരു രീതിയിലായിരുന്നു കോൺടാക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ആ ഒരു IGL നെറ്റ്വർക്കിൽ ആ ഒരു മാനേജർ നമ്പറും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ആ ഒരു പൂട്ടിപ്പോയി എന്നുള്ള രീതിയിൽ പറയാൻ പ്രൈസ് പൂൾ കിട്ടാത്തൊരവസ്ഥയാണ് ഹെക്ടറിനുള്ളത്. അതുപോലെ തന്നെ TWB എന്ന് പറഞ്ഞാൽ T1 ലെവലിൽ പറയപ്പെടുന്നൊരു ലൈനപ്പും ഉണ്ട്. അതേപോലെ ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 2024 അവരൊരു ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 24 ലക്ഷം പ്രൈസ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ പ്രൈസ് പൂളും ഇതുവരെ ആർക്കും
കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ പറയും ബ്രാൻഡുകളും സ്പോൺസേഴ്സും അതിന്റെ പേയ്മെന്റ് തന്നിട്ടില്ല എന്നുള്ളത്. ഏകദേശം 1 കൊല്ലത്തോളം ആ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു പ്രൈസ് പൂള് ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോ T1 പ്ലേയേഴ്സിന് പോലും അങ്ങനെ പ്രൈസ് പൂളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അണ്ടർഡോഗ് പ്ലേയേഴ്സിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. എത്രത്തോളം അണ്ടർഡോഗ് പ്ലേയേഴ്സിന് എത്രത്തോളം പേയ്മെന്റുകൾ ഇതുപോലെ ടൂർണമെന്റുകളിൽ നിന്ന് വിൻ ചെയ്തിട്ട് കിട്ടാണ്ടാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെതിരെ ക്രാഫ്റ്റ് നല്ല റൂൾ ഇറക്കിയിട്ടില്ലെങ്കിൽ വൻ ഇഷ്യൂ ആയിരിക്കും. ഇതുപോലെ പ്രൈസ് പൂളും കാര്യങ്ങളൊക്കെ കൊടുക്കാത്ത ടൂർണമെന്റ് ഓർഗനൈസേഷന് ടൂർണമെന്റ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള റൂളും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പൂൾ ഇഷ്യൂ കുറച്ചെങ്കിലും കുറയുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുന്ന കമന്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ബൈ ഗൈസ്.